ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മട്ടൺ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്പെഷ്യൽ മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ മട്ടനാണ്. മഞ്ഞപ്പൊടി ഇട്ട് കഴുകിയ മട്ടനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് 2 സവാള അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 20 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 കൊന്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മട്ടൺ ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മട്ടൺ വേവിക്കാനായിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മട്ടൺ ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ഈ മട്ടൺ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഞാൻ എണ്ണയോ വെള്ളമോ ചേർക്കുന്നില്ല. ഇതിലെ വെള്ളത്തിൽ തന്നെ ആദ്യം വെന്തതിന് ശേഷം വെള്ളം പോരെന്ന് തോന്നുമെങ്കിൽ അതിലേക്ക് നമുക്ക് വീണ്ടും വെള്ളം ആഡ് ചെയ്യാം. നമ്മുടെ മട്ടൺ ഓൾറെഡി അതിൻ്റെ വെള്ളം ഇറങ്ങി കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇനിയും നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെള്ളം ചൂടാക്കിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ മട്ടൺ പൂർണ്ണമായും വെന്ത് വരൂ. നമ്മുടെ മട്ടൺ നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് 1 മണിക്കൂർ എടുത്താണ് ഈ മട്ടൺ വേവിച്ചെടുത്തത്. മട്ടണിലെ വേവ് കുറവാണെങ്കിൽ അതിനാവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു വേണം നമ്മൾ ഈ മട്ടൺ വേവിച്ചെടുക്കാൻ. ഇനി നമുക്കിതിനാവശ്യമായ മസാല തയ്യാറാക്കാം. മട്ടൺ റോസ്റ്റിനുള്ള മസാല തയ്യാറാക്കാനായി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 25 കൊച്ചുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിടി തേങ്ങാക്കൊത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന മട്ടൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയും മട്ടനും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിന് വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ നമ്മുടെ മട്ടനിലേക്ക് പിടിച്ചിട്ടുണ്ട്. സൂപ്പർ റോസ്റ്റാണ് ഇത്. നമുക്ക് ഇത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സ്പെഷ്യൽ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.